ഓക്കെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഗോപി. എനിക്ക് ഒന്ന് ശ്രീ ഗോപൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം രണ്ടാമത്തെ ടേണിൽ പറഞ്ഞതിൽ ആദ്യത്തെ വാചകത്തിൽ നിന്ന് മനസ്സിലായത് ഇന്നലെ നടന്ന അക്രമത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയില്ല എന്ന്. അതിൻ്റെ അർത്ഥം പാർട്ടിക്ക് പങ്കുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അദ്ദേഹം സമ്മതിച്ചതിന് വലിയ നന്ദിയുണ്ട്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു AKG സെൻറ്റർ അഡ്രസ്സായിട്ട് വീണ തൈക്കണ്ടിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി 17 കൊല്ലമായിരുന്നു, 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു, പക്ഷേ സ്വന്തമായി തിരുവനന്തപുരത്ത് വീടില്ല, അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അഡ്രസ്സായിട്ട് കൊടുത്തു എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങി, മാസപ്പടി വാങ്ങി, കോടിക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്ന ഒരു കമ്പനി മുതലാളിയുടെ അച്ഛന് സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ അഫിഡവിറ്റി കൊടുത്തപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടും സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റാത്ത ദാരിദ്ര്യമാണെങ്കിൽ ആ ലൈഫ് മിഷനിൽ പെടുത്തിയ ഒരു വീട് പിണറായി വിജയൻ കൊടുക്കാൻ. കണ്ണൂരിൽ വീടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ പ്ലീസ്. ലൈഫ് മിഷൻ അദ്ദേഹത്തിന് കണ്ണൂരിൽ വീടുണ്ട്. കണ്ണൂരിൽ വീടുണ്ട്. അല്ല, അത് തന്നെ, അത് ഇങ്ങനെ വ്യാഖ്യാനിക്കണ്ട. കണ്ണൂരിൽ അദ്ദേഹത്തിന് വീടുണ്ട്. ശരി, നിങ്ങൾ നേരത്തെ കാണിച്ച വീടുണ്ട്. താങ്കൾ പറഞ്ഞതിന് എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹത്തിന് എവിടെയെങ്കിലും വീടുണ്ടാകട്ടെ. താങ്കൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. വീണ തൈക്കണ്ടിലിന് കണ്ണൂരിലെ വീട് വെച്ചിട്ട് അഡ്രസ്സ് കൊടുത്ത് കമ്പനി രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അതും ചെയ്തില്ലല്ലോ. തിരുവനന്തപുരത്തുള്ള AKG സെന്റർ തന്നെ വെക്കണമെന്ന് നിർബന്ധം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അപ്പോൾ വീടില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണെങ്കിൽ ആ ലൈഫ് മിഷനിൽ നിന്ന് ഒരു വീട് പെടുത്തി കൊടുത്താൽ മതിയായിരുന്നു. ഇനി ആനുവൽ മെയിൻ്റനൻസ്, താങ്കൾ ഏതോ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഏതോ മെഷീൻ വാങ്ങി അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കൊടുക്കാറുണ്ട് എന്നൊക്കെ താങ്കൾ പറഞ്ഞു. ശരിയായിരിക്കാം, ലോക്കൽ ബോഡീസൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, CMRL കമ്പനിക്ക് വീണ തൈക്കണ്ടിൽ കൊടുത്ത മെഷീൻ ഏതാണ്? ഏത് മെഷീൻ്റെ ആനുവൽ മെയിൻ്റനൻസിനാണ് ഈ 2,78,00,000 രൂപ വാങ്ങിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇടയില്ലെന്നേ. EDയുടെ നോട്ടീസ് വേണ്ട, SFIയുടെ അന്വേഷണം ഒന്നും വേണ്ട. വീണ വിജയൻ മെഷീൻ ഫാക്ടറി ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്തിനാണ് കരാറുണ്ടാക്കിയത്? നിങ്ങൾ പിന്നെ എന്തിനാണ് കരാറുണ്ടാക്കിയത്? പിന്നെ അടുത്തത് താങ്കൾ പറഞ്ഞത് പിണറായി വിജയൻ വെള്ളം കുടിച്ചോ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെള്ളം കുടിച്ചോ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അന്വേഷിച്ചില്ല അത്രേ. ഞാൻ ചോദിക്കട്ടെ, കോടിയേരിയുടെ മകൻ ഇതുപോലെ അന്വേഷണം നേരിട്ടപ്പോൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയും വെള്ളം കുടിച്ചോ എന്ന് അന്ന് പിണറായി വിജയൻ ചോദിച്ചോ? അത് ആ കുടുംബത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, ആ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവർ നേരിട്ട് കോടതിയിൽ പോയി കേസ് അന്വേഷിച്ച് ആ ബാക്കി കാര്യങ്ങളുമായിട്ട് നടന്നോളും എന്നല്ലേ അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പൊ പിന്നെ പിണറായി വിജയൻ വെള്ളം കിട്ടിയപ്പോൾ കരച്ചിൽ എന്തിനാ? ഇവിടെ കൂട്ടിക്കൊടുപ്പുകാരന്റെ മകനല്ല എന്ന് പറഞ്ഞു. ആരാണ് താങ്കൾ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന വാക്ക് ഉപയോഗിച്ചത്? ഈ CPMന്റെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പിണറായി വിജയന്റെ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ടാണ്. ഈ അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ ആരെയാണ് കൂട്ടിക്കൊടുപ്പുകാരന്റെ മകൻ എന്ന് ഉദ്ദേശിച്ചത്? താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത്? താങ്കളുടെ നേതാവിന്റെ മകൾ മാസപ്പടി വാങ്ങിയ വിഷയത്തിൽ ഏത് സേവനം ചെയ്തിട്ടാണെന്നുള്ള മറുപടി കിട്ടാതിരിക്കുമ്പോൾ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ പറയുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊടുപ്പുകാരന്റെ മകൻ എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ഏത് തരം ലാംഗ്വേജ് ആണെന്ന് താങ്കൾ പരിശോധിക്കണം. അത് പഠിക്കണം. അതാണ് ഇടതുപക്ഷ ബോധം എന്നുള്ളത്. അത് താങ്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.